Hi friends, welcome to the new episode. I am TC വിജയൻ. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് 5 സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണല്ലോ. അതായത് കേരളം, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ, ആസാം, പുതുച്ചേരി. ഇലക്ഷൻ പ്രധാനമായിട്ടുള്ളത് നോമിനേഷൻ കൊടുക്കണം. ആസ് പെർ ഇലക്ഷൻ റൂൾസ് 1961 approved by ECI, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഒരു ഇലക്ഷന് മത്സരിക്കണമെങ്കിൽ അതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് പെർഫോമയിൽ നോമിനേഷൻ കൊടുക്കണം. ഇനി നമുക്ക് എന്താണ് നോമിനേഷൻ കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. അതായത് ആദ്യമായിട്ട് വേണ്ടത് ഒരു അഫിഡവിറ്റ്. ഫോം നമ്പർ 16 ഒരു അഫിഡവിറ്റ് കൊടുക്കണം. ഫോം നമ്പർ 16, അതായത് ഈ നമ്മുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന വ്യക്തി ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽ പെട്ടിട്ടുണ്ടോ, പണ്ട് എന്തെങ്കിലും ശിക്ഷ വിധിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും പോലീസ് സ്റ്റേഷനുകളിൽ FIR എന്തെങ്കിലും ക്രിമിനൽ കേസുകൾ ഇപ്പോഴുണ്ടോ എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ കൊടുക്കണം. അത് ഫോം നമ്പർ 16. പിന്നീട് വേണ്ടുന്നത് നമ്മുടെ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്, സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെ എല്ലാ ഡീറ്റെയിൽസും. എന്തെല്ലാം സ്വത്തുക്കളുണ്ട്, എത്ര സ്വർണ്ണമുണ്ട്, എത്ര ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ഏതൊക്കെ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളത്, എത്ര ഡെപ്പോസിറ്റ് ഉണ്ട്, എത്ര ഗോൾഡ് ഉണ്ട്, സ്വന്തം പേരിലും പിന്നെ വൈഫിൻ്റെ പേരിലും സ്വത്തുക്കൾ, പിന്നെ എന്തെങ്കിലും കടബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ അത് കൊടുക്കണം. പിന്നെ അതുകൂടാതെ ക്യാഷ് ഇൻ ഹാൻഡ്, കയ്യിൽ എത്ര ക്യാഷുണ്ട്, ആ ഡീറ്റെയിൽസ് മുഴുവൻ കൊടുക്കണം. പിന്നീട് കൊടുക്കേണ്ടത് പിന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്. സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് എന്തൊക്കെയാണ്, ചാനൽ ഡീറ്റെയിൽസ് അതൊക്കെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ഫോമുണ്ട്, ഫോം നമ്പർ 2A ആൻഡ് 2B. 2A എന്ന് പറയുന്നത് പാർലമെൻറ്റിലേക്കും 2B എന്ന് പറയുന്നത് അസംബ്ലിയിലേക്കും മത്സരിക്കാനുള്ള നോമിനേഷൻ കൊടുക്കാനുള്ള ഫോമാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് അസംബ്ലിയിലാണ്, ഫോം നമ്പർ 2B. അത് ഫുള്ളായിട്ട് ഫില്ലപ്പ് ചെയ്യണം. അതിൻ്റെ അകത്ത് കൊടുക്കുന്ന എല്ലാ ഡീറ്റെയിൽസും അതിൽ വ്യക്തമായിട്ട് ഫില്ലപ്പ് ചെയ്ത് എന്നിട്ടൊരു അഫിഡവിറ്റും കൊടുക്കണം. പിന്നീട് അതിൽ ചോദിക്കുന്നുണ്ട് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് ബിഗ്ഗസ്റ്റ് ക്വാളിഫിക്കേഷൻ, ഏറ്റവും ലാസ്റ്റിൽ പാസ്സായ ആ ക്വാളിഫിക്കേഷൻ മാത്രം കൊടുത്താൽ മതി. എല്ലാ ക്വാളിഫിക്കേഷനും കൊടുക്കേണ്ട കാര്യമില്ല. പിന്നീട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വെക്കണം. അതായത് പാർലമെൻറ്റിലേക്കാണെങ്കിൽ 25,000 കെട്ടിവെക്കണം, അസംബ്ലിയിലേക്കാണെങ്കിൽ 10,000. ST/SC കാൻഡിഡേറ്റ് ആണെങ്കിൽ 50% അതൊക്കെ അതിൽ കിഴിവ് ലഭിക്കും. അതായത് ഇലക്ഷൻ കഴിഞ്ഞാൽ ആ മണ്ഡലത്തിൽ ആകെ ചെയ്ത വോട്ടിൻ്റെ 1/6, 6/1 അല്ലെങ്കിൽ 16.7% വോട്ട് കിട്ടിയില്ലെങ്കിൽ ഈ പൈസ ഗവൺമെൻറ്റിലേക്ക് പോകും. അല്ലാത്തവർക്ക് ഈ പൈസ തിരിച്ചു കിട്ടും. അതാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. പിന്നെ വേണ്ടത്, അതായത് ഏത് മണ്ഡലത്തിലാണോ മത്സരിക്കുന്നത് ആ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു വോട്ടർ സ്പോൺസർ ചെയ്യണം. അതായത് ഏതെങ്കിലും ഒരു അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഒരു മെമ്പർ സ്പോൺസർ ചെയ്താൽ മതി. അല്ലാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിൽ ആ മണ്ഡലത്തിലെ 10 പേർ സ്പോൺസർ ചെയ്യണം. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നീട് വേണ്ടതെന്ന് വെച്ചാൽ ഇവരുടെ വോട്ടേഴ്സ് ലിസ്റ്റ്, അതായത് എല്ലാവരും അതാത് മണ്ഡലങ്ങളിൽപ്പെട്ടവരായിരിക്കണമെന്നില്ലല്ലോ സ്ഥാനാർത്ഥികൾ, അവർക്ക് വോട്ട് വേറെ മണ്ഡലങ്ങളിലായിരിക്കാം. അവരുടെ ആ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ സർട്ടിഫൈഡ് കോപ്പി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നോമിനേഷൻ
റിട്ടേണിംഗ് ഓഫീസർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിൽ 3 പേർ മാത്രം, സ്ഥാനാർത്ഥി അടക്കം 3 പേർ മാത്രമേ പോകാൻ പാടുള്ളൂ. എല്ലാവരും ഉന്തിത്തള്ളി ഓഫീസിലോട്ട് കയറി പോകാൻ പാടില്ല. ഈ നോമിനേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു സത്യപ്രതിജ്ഞ ചെയ്യണം. അതോടുകൂടി നോമിനേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയാണ് ഇത്ര വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളത്. പലർക്കും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒരുപക്ഷെ അറിയാതിരിക്കാം, എന്നാൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. താങ്ക് യു വെരി മച്ച്.